ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 3 ആഴ്ച പിന്നിടുമ്പോൾ നിലവിൽ ഏറ്റവും സ്ട്രോങ് എന്ന് എനിക്ക് തോന്നുന്ന 8 പേരെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദില, നൂറ പല കാര്യങ്ങളും ഇവര് ഒപ്പീനിയറ്റഡ് ആണ്, അഭിപ്രായങ്ങൾ തുറന്ന് പറയാറുണ്ട്. റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇവര് റിയാക്ട് ചെയ്യാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ ബിഗ് ബോസുമായിട്ടുള്ള ഒരു മൈൻഡ് ഗെയിമിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ ഒരു ടാസ്ക് ആദിലയുടെയും നൂറയുടെ ഒരു ക്വാളിറ്റി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വളരെ സഹായകരമായിരുന്നു. പിന്നെ പൂമ്പാറ്റ എന്ന ടാഗ് എല്ലാവരും കൊടുത്തത് ഇവർക്ക് കാണാം. എല്ലാ സ്ഥലത്തും ഇവർ എത്തുന്നതായിട്ട് ലൈവ് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരോടും ഇവര് ഓപ്പൺ ആയിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. ആദിലയാണെങ്കിലും നൂറേനെയാണെങ്കിലും ബിഗ് ബോസ് ലെവലൊരു മാരകമായ ഗെയിമിലേക്കൊന്നും ഇവര് വന്നിട്ടില്ലെങ്കിലും തമ്മിൽ ഭേദം എന്ന നിലയ്ക്ക് ഇവരെ ആദ്യം പറയാം എന്നോർത്തു. കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫാർ ബെറ്റർ ആണ്. ഇംപ്രൂവ് ചെയ്യാനും മടി കാണിക്കാത്തവരാണ്. ഡോക്ടർ ബിന്നി ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. 3 ആഴ്ചയായിട്ട് ബിന്നിയുടെ ഒരു ഗെയിം അവിടെ എക്സ്പോസ് ആയിട്ടില്ല. അതുകൊണ്ട് മാത്രം ബിന്നി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന് മാത്രം. ബിന്നിക്ക് അവിടെ വലിയ ശത്രുക്കളൊന്നുമില്ല. ശത്രുക്കളും എതിരാളികളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഗെയിമിൽ എക്സ്പോസ് ആകത്തുള്ളൂ. ഒതുക്കത്തിൽ നിന്ന് കളിക്കുന്ന, നെഗറ്റീവ് ആവാൻ ആഗ്രഹിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. എല്ലാ രീതിയിലും സീസൺ 4-ലെ ആ ഒരു കണ്ടസ്റ്റന്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ് ബിന്നി. ആ ഒരു പുള്ളിക്കാരിയും സീരിയൽ ആക്ടർ ആയിരുന്നു. നെഗറ്റിവിറ്റിയെ ഭയമുള്ളത് കൊണ്ട് സേഫ് ഗെയിം ആണ് കളിക്കുന്നത്. പക്ഷെ അധികം വൈകാതെ എക്സ്പോസ് ആവും. ആള് കുറഞ്ഞ വൈൽഡ് കാർഡൊക്കെ കയറുമ്പോൾ തീർച്ചയായും ഈ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്ലീൻ സ്ലേറ്റ് പൊളിയും. പിന്നീട് അന്ന് പുള്ളിക്കാരി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ആദില നൂറയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവിടെയുള്ള മറ്റ് പലരെക്കാട്ടിലും ബെറ്റർ ആണ് എനിക്ക് തോന്നുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. അനുമോൾ ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫീമെയിൽ കണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറയും. ഒരു സംശയം കൂടാതെ ഞാൻ പറയും. കാരണം മുഖം നോക്കാതെയാണ് അനുമോള് പല കാര്യങ്ങളും അവിടെ തുറന്നടിച്ച് പറയുന്നത്. അതുകൊണ്ട് പലരെയും അനുമോള് വെറുപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 എക്സ്ട്രീംസിലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അനുമോൾക്ക് പ്രത്യേകിച്ച് അവിടെ വലിയ ഗെയിം കളിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് തന്നെ അടിയും വഴക്കും കരച്ചിലും ചിരിയും എല്ലാം ഉണ്ടായിക്കോളും. എല്ലാ ഇമോഷൻസും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു സ്പെക്ട്രം ഓഫ് ഇമോഷൻസ് അവിടെ കാഴ്ചവെക്കുമ്പോൾ തന്നെ പ്രേക്ഷക പിന്തുണ താനെ വന്നോളും. അനുമോൾ അവിടെ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏതൊരു കോണ്ടന്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അതെല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ബി മെറ്റീരിയൽ എന്നൊക്കെ നിസ്സംശയം പറയാവുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. ജിസേൽ ടക്രാൽ അനുമോൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, ചിലപ്പോഴൊക്കെ അനുമോളെ വരെ തട്ടി താഴെയിട്ട് ഒരുപടി മുകളിലേക്ക് കയറുന്ന ഒരു കണ്ടസ്റ്റന്റ്. ഇപ്പോൾ ഇത്തിരി ഒരു വില്ലത്തി ഇമേജിലൊക്കെയാണ് നിൽക്കുന്നത്. നിലവിൽ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് എന്നൊക്കെ പറയാം. കാരണം ഗെയിം ഒക്കെ ഒരുപാട് എക്സ്പോസ് ആയി പോയി. മൈൻഡ് ഗെയിം കളിക്കേണ്ട സ്ഥലത്ത് അത് കളിക്കാതെ സെൽഫിഷ് എന്നൊരു ഇമേജ് പുറത്തേക്ക് കൊടുത്തു. പിന്നെ ഹൗസിനകത്ത് പിന്തുണ ഒരു കാപ്പിപ്പൊടിയുടെ പേരിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ജയിലിലൊക്കെ പോയി. ഇതൊക്കെ മാറ്റി നിർത്തിയാലും കോൺഫിഡൻസ് കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഈ സീസണിൽ ഇതുവരെ തന്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ജിസേലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്മറണ്ണൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ചെസ് ഗെയിമിലെ ക്വീൻ ഇല്ലേ, രാജ്ഞി, അതാണ് ജിസേൽ. റാണിയെ എല്ലാ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു കാലാൽപ്പട എപ്പോഴും ഉണ്ടാവും. അവര് റാണിയെ പ്രൊട്ടക്ട് ചെയ്ത് ജീവൻ വരെ കൊടുക്കും. പക്ഷെ റാണി ഏറ്റവും അവസാനം വരെ തുടരും. പുതിയ സ്ട്രാറ്റജീസ് മെന്നെടുത്ത് ഈ കാലാൾപ്പടയെ വീണ്ടും തന്റെ പക്ഷത്തേക്കാക്കാൻ ജിസേലിന് സാധിക്കട്ടെ. ഇപ്പോൾ കാലാൾപ്പട എതിരാണ്. ബിഗ് ബോസ് എന്താ ഏതാന്ന് ജിസേലിന് നല്ല വ്യക്തമായിട്ട് അറിയാമല്ലോ. അത് അറിയാൻ മേലാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ. അപ്പാനി ശരത് കാണ്ടാമൃഗത്തിന്റെ തുലക്കെട്ടിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരാളാണ്. അത് കുറെയൊക്കെ കറക്റ്റുമാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം 6 സീസൺസ് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ എന്ത് വിചാരിച്ചാലും എനിക്ക് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ കളിക്കൂ എന്ന് ഷാട്ട്യം പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അഭിപ്രായം വെട്ടിത്തുറന്ന് പറയുന്ന, അഗ്രസീവായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഗ്രൂപ്പിൽ നിന്നും പുറത്തിറങ്ങി മറ്റേ സിനിമയിലെ കഥാപാത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇത്രയും കൂടി ഒരു പച്ചയായ മനുഷ്യനായാൽ പ്രേക്ഷകരുടെ സപ്പോർട്ടൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിച്ചേക്കാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് സെറ്റാണ്. എന്തായാലും ശരത്ത് ഈ അടുത്ത കാലത്തൊന്നും ഔട്ട് ആവില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. ബിഗ് ബോസ് വിടത്തില്ല. അക്ബർ ഖാൻ പേര് പോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി. അവിടെ ആരെ കൊണ്ട് ഒരു രീതിയിലും തളർത്താനായിട്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല, അഭിപ്രായങ്ങളുടെ കാര്യത്തിലും ഒരാളോട് ഏറ്റുമുട്ടി ഡോമിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാം അക്ബർ മുന്നിൽ തന്നെയുണ്ട്. അനുമോളെ പോലെ തന്നെ ബി മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ്. സ്വാഭാവികമായിട്ട് തന്നെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കോളും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും പുള്ളിയുടെ ഒരു ഗെയിം അവിടെ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല. പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഒരു ജനപിന്തുണ ഇല്ല. ഈ 3 ആഴ്ചയായിട്ടും വളരെ പിന്നിലാണ്, ഡേഞ്ചർ സോണിലാണ്. അതിനൊരു കാരണം നെഗറ്റീവ് രീതിയിൽ പോകുന്ന അപ്പാനി അക്ബർ സൗഹൃദവും അവിടുത്തെ ആ ഒരു ഗ്രൂപ്പുകളെയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രം
അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രം 3 ആഴ്ച കൊണ്ട് 3-4 തവണയായി അക്ബറിന്റെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ നെഗറ്റീവ്സിനെ എല്ലാം അക്ബർ പോസിറ്റീവ് ആക്കി മാറ്റിയാൽ ഈ സീസൺ അക്ബറിന്റെയും കൂടി പേരിൽ അറിയപ്പെടും. ഷാനവാസ് 3 ആഴ്ച കൊണ്ട് ഈ സീസണിൽ നടന്ന എല്ലാ സംഭവങ്ങളിലും, അതിപ്പോ വഴക്കായിക്കോട്ടെ, ഭയങ്കരമായ അടി ആയിക്കോട്ടെ, അതിലെല്ലാം ഷാനവാസിന്റെയും ഒരു ചെറിയ പങ്കുണ്ട്. പങ്കില്ലെങ്കിൽ പുള്ളി ഇടയ്ക്ക് കയറി വന്ന് നിന്ന് പങ്കുണ്ടാക്കിക്കോളും, പങ്ക് ചേർന്നോളും. അത്രയധികം ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പല കാര്യങ്ങളും ട്വിസ്റ്റ് ചെയ്ത് പറയുന്ന, മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റേ പാൽപുഞ്ചിരി കൊണ്ട് അത് മറച്ചു വെക്കാൻ കഴിവുള്ള ഒരു മാരക മൈൻഡ് ഗെയിമറാണ്. അവിടെയുള്ള പലർക്കും ഷാനവാസിനെ ഭയമാണ്, എതിർപ്പുമുണ്ട്. അങ്ങനെ ഒരു ഭയം അവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു നിസ്സാര കഴിവ് ഒന്നും പോരാ. അനിലിനെ അഭിലാഷിനെ ഒക്കെ പോലെ ഗെയിമിനെ പറ്റി ഒരു ABCD വിവരമില്ലാത്തവരുടെ ഒക്കെ കൺകണ്ട ദൈവമാണ് ഷാനവാസ്. അവരെ രണ്ടുപേരെയും നിലവില് സ്വിച്ച് ഇടുന്നത് പോലെയാണ് ഷാനവാസ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും കഴിവും സാമർഥ്യവും ഉള്ള ഒരു പഠിച്ച ഗെയിമറാണ് ഷാനവാസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സാധാരണക്കാരന്റെ പ്രതിനിധി അനീഷ് തറയിൽ. നിലവിൽ ബിഗ് ബോസിന് മുകളിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന ആ വീട്ടിലെ ഒരേ ഒരു മത്സരാർത്ഥിയാണ് അനീഷ് എന്ന് പറയേണ്ടി വരും. അതിനൊരൊറ്റ ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഗെയിമാണ്. റിസ്ക് ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഗെയിം കളിച്ച് എന്തൊക്കെ പ്രശ്നം നേരിടേണ്ടി വന്നാലും സംസാരിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വീക്കെൻഡിൽ 1000 പോയിന്റുകൾ മത്സരാർത്ഥികൾക്ക് നേടിയെടുത്തു കൊടുത്തു. ധൈര്യശാലി എന്ന് നിസ്സംശയം പറയാം. തുടക്കത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഒരു ചൊറിയൻ ഇമേജിനെയൊക്കെ പാടെ പൊളിച്ചെഴുതി ബുദ്ധി കൊണ്ടും ആത്മനിയന്ത്രണം കൊണ്ടും അനീഷ് ഓരോ ദിവസവും കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അനീഷിന്റെ പ്രേക്ഷക പിന്തുണയും വർദ്ധിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരന്റെ ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഗെയിം ഷോയിൽ കളിക്കാൻ പറ്റുന്നതിന്റെ പീക്ക് ലെവല് കളിച്ച് കാണിച്ചു തന്ന കണ്ടസ്റ്റന്റ് ആണ് അനീഷ്. നിലവിലത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് ഒരു മടിയും കൂടാതെ എനിക്ക് പറയാനായിട്ട് സാധിക്കും അനീഷ്. ഇതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടോപ്പ് 8. ബിഗ് ബോസ് എന്ന ഗെയിമിനെ പറ്റി ഞാൻ കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ആഴ്ചയും ഓരോ ദിവസവും കളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഓരോ നിമിഷവും എന്ന് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. അതുകൊണ്ട് ഇതൊന്നും ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ആയിട്ട് നിങ്ങൾ ആരും തന്നെ കാണരുത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു നില പറയാണ്. 3 ആഴ്ച കഴിയുമ്പോഴുള്ള ഒരു അനാലിസിസ് ആണ് ഇത്. എല്ലാ ആഴ്ചയും ഒരു വീക്ക്ലി അനാലിസിസ് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഈ സീസൺ അവസാനിക്കുന്നത് വരെ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, ഈ അഭിപ്രായങ്ങളോടെല്ലാം നിങ്ങൾ യോജിക്കുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.